ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു മക്രോണി പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടോ വെജിറ്റബിൾസ് മാത്രമായിട്ടോ മുട്ട വെച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മക്രോണി പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് മക്രോണി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് ഞാൻ മക്രോണി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലിട്ടിട്ട് നമുക്ക് ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരണ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ മക്രോണി നന്നായിട്ട് തന്നെ ഒന്ന് വേവണം കേട്ടോ, അല്ലെങ്കിൽ അത് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മക്രോണിയൊക്കെ ഇവിടെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒന്ന് ഊറ്റി വെക്കാം. ഞാനിവിടെ ഒരു സ്ട്രെയിനറിൽ ഇത് മക്രോണി ഊറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്രോണി വേവിച്ച വെള്ളവും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 7 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2 ചെറിയ സവാള ചോപ്പ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതെല്ലാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്വീറ്റ് കോണും ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മാക്രോണി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളിയുടെ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ, അതുവരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മക്രോണി വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ചീസിൻ്റെ സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ നേരത്തെ തന്നെ കുറച്ച് ചിക്കൻ, അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് നാരങ്ങനീരും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച് അത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.